അങ്ങനെ കൺസിസ്റ്റന്റ് റണ്ണ് ടിക്കറ്റ്സിൽ അങ്ങനെ വരുന്നത് കുറച്ചധികം നാളെ. ഇപ്പം എനിക്ക് തോന്നുന്നു എമ്പുരാനൊക്കെ കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ തുടരൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു റൺ കിട്ടുന്നത് ലോകയിൽ. ഞാൻ പറയുന്നത് പക്ഷെ വിജയേട്ടാ, മലയാളത്തില് ഈ വർഷം ഇറങ്ങിയതിൽ എനിക്ക് പരിചയമുള്ള 2 ഹിറ്റുകളാണ്. അതായത് ഒന്ന് ചത്താ പച്ച, മറ്റൊന്ന് പ്രകമ്പൻ. ഈ 2 സിനിമകളാണ് എത്രയോ പടങ്ങൾ ഈ 2 മാസം 3 മാസത്തിനുള്ളിൽ ഇറങ്ങി. ഇതിനിടയിൽ നമുക്ക് ഈ പറയാനുള്ള ഈ 2 പടങ്ങളും പിന്നെ ഇപ്പൊ ആടുത്തി ഓഫ് കോഴ്സ് അതുമാണ്. ഞാൻ പറയുന്നത് ഈ റേഷ്യോ ഡിസ്റ്റർബിംഗ് അല്ലേ ഫോർ ന്യൂ പ്രൊഡ്യൂസേഴ്സ്? അവര് വരാൻ മടിക്കില്ലേ? ഏത് റേഷ്യോ? ഹിറ്റ് റേഷ്യോ. ഇത്രയും സിനിമകൾ റിലീസ് ആവും പറയാനുള്ളത് 3 മാസത്തിനിടയിൽ 3 സിനിമകളാണ്. അല്ല, ഞാൻ പറയുന്നത് 3 മാസമേ ആയുള്ളൂ. എത്ര സിനിമകൾ റിലീസ് ചെയ്തു? എന്തായാലും ഒരു 30-35 അതെ, ഞാൻ പറഞ്ഞ നമ്മളിപ്പോ ഞാൻ പറഞ്ഞ A+ കാറ്റഗറി അല്ലെങ്കിൽ A കാറ്റഗറി എന്ന് പറയുന്ന കാറ്റഗറി, അതായത് 150 മേലെ റിലീസ് സെന്റേഴ്സ് എടുക്കുന്ന തിയേറ്ററുകൾ, അതാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. അങ്ങനെ എത്ര സിനിമകൾ റിലീസ് ചെയ്തു? അങ്ങനെ റിലീസ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഫെബ്രുവരി 17 തൊട്ട് നോമ്പ് കാലമായിരുന്നു. ജനുവരിയിലാണ് ഒരു 3-4 പടങ്ങൾ റിലീസ് ചെയ്തത്. പിന്നെ ചില പാഷനിലൂടെ ഒരു സിനിമ ഉണ്ടാക്കാനുള്ള പാഷനിൽ മേക്ക് ചെയ്യുന്ന സിനിമകൾ ഉണ്ടാവാം. അത് ഈ നോമ്പ് കാലത്തൊക്കെ ഇറക്കി വിടാറുണ്ട് അല്ലേ? അത് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ചിത്രം ഇത് തന്നെയാണ്. ഈ വർഷം മലയാള സിനിമയ്ക്ക് നല്ല കാലമായിരിക്കും. ഇറങ്ങാനിരിക്കുന്ന സിനിമകളെല്ലാം പ്രോമിസിംഗ് ആയിരിക്കും.